വർണ്ണവിസ്മയം തീർത്ത കണ്ണപുരം അയ്യോത്തെ സൂര്യകാന്തി പാടം വേറിട്ട കാഴ്ചയാവുന്നു. ഇത്തവണ 6 നിറങ്ങളിലാണ് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞത്. പ്രകൃതിയുടെ വർണ്ണപ്പകിട്ടിൽ തിളങ്ങി നിൽക്കുകയാണ് കണ്ണപുരം അയ്യോത്തെ ഈ സൂര്യകാന്തി പാടം. പതിവ് മഞ്ഞ പൊൻതിളക്കത്തിനപ്പുറം വ്യത്യസ്ത വർണ്ണത്തിലുള്ള സൂര്യകാന്തി പൂക്കൾ ഇത്തവണ വിരിഞ്ഞു നിൽക്കുകയാണ്. സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത കാണാൻ ഇനി ഗുണ്ടൽപേട്ട് വരെ പോകേണ്ടതില്ല. അയ്യോത്ത് ഇത്തവണയും സൂര്യകാന്തി പാടം ഒരുങ്ങിക്കഴിഞ്ഞു. 1 ഏക്കറോളം സ്ഥലത്താണ് ഇത്തവണ കൃഷിയിറക്കിയത്. സൂര്യപ്രകാശം പൂക്കളിൽ പതിയുമ്പോൾ സ്വർണ്ണ നിറം പരന്നു നിൽക്കുന്ന ദൃശ്യഭംഗി സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നതാണ്. കണ്ണപുരം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കർഷകരായ സി പ്രകാശനും കെ പ്രകാശനുമാണ് സൂര്യകാന്തി കൃഷിയിറക്കിയത്. ഈ 2 പ്രകാശന്മാരാണ് ശരിക്കും ഈ സൂര്യകാന്തി പാടത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചവര്. അപ്പൊ ഇത്തവണ 1 ഏക്കറിലധികം സ്ഥലത്ത് നമ്മൾ സൂര്യകാന്തി നട്ടിട്ടുണ്ടല്ലേ? ഒരേക്കറിൽ അധികം ഉണ്ട് ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 40 സെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കൂടുതൽ ചെയ്യാന്ന് കരുതിയിട്ട് നമ്മളിപ്പോ 1 ഏക്കറിൽ ഈ കാണുന്ന ചുറ്റും ഇതൊക്കെ 1 ഏക്കർ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത വർണ്ണത്തിലുള്ള പൂക്കളാണ് ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് അല്ലേ? അതെവിടെ നിന്നായിരുന്നു കൊണ്ടുവന്നതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇതെന്ന് പറഞ്ഞാല് പിന്നെ അബുദാബിയിലെ കാർഡിയോളജിസ്റ്റ് എന്ന ഒരു ഡോക്ടർ ആണ് നമുക്ക് ഈ വിത്ത് തന്നെ. ആബിദ് എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പൊ 7 തരം കളറിലെ പൂവാണ് ഈ ഒരു ഭാഗത്ത് മാത്രം കാണുന്നത്. അയാൾ നമ്മളുമായിട്ട് നല്ല സഹകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇത്തവണ സൂര്യകാന്തി ഫെസ്റ്റും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ഇതിന്റെ വിത്തിടൽ വലിയൊരു ഉത്സവമായിട്ടായിരുന്നു നടത്തുന്നത്. അത് നമ്മുടെ മടക്കര LP സ്കൂളിൻ്റെ കുട്ടികളും അവിടെയുള്ള NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള NSS വളണ്ടിയർമാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നേരത്തെ പറഞ്ഞ 2 പ്രകാശന്മാരും നമ്മുടെ പൊതുവിൽ വാർഡിലുള്ള എല്ലാ ആൾക്കാരും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് MLA ആയിരുന്നു അതിന് ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ നല്ലൊരു ഉത്സവമായിട്ടായിരുന്നു അതിൻ്റെ ഒരു നടിയിൽ തന്നെ അതിൻ്റെ വിത്ത് നടൽ ഉത്സവം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നമ്മൾ ഈ വർഷം ഈ അയ്യോത്ത് ഗ്രാമത്തിൻ്റെ പ്രത്യേകിച്ചും പൊതുവിൽ കണ്ണപുരത്തിൻ്റെയും ഒരു ഉത്സവമായിട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. മടക്കര ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ സൂര്യകാന്തി പടം ഒരുക്കിയത്. കഴിഞ്ഞ വർഷം ഈ നാടിൻ്റെ ഒരു ഉത്സവം തന്നെ അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ തന്നെ നല്ലൊരു ഉത്സവം എന്നുള്ള രീതിയിൽ തന്നെ ആയി മാറുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ സൂര്യകാന്തി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മടക്കര ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടന്നത്. ഞങ്ങളുടെ PTA പ്രധാനപ്പെട്ട 2 അംഗങ്ങളായ ഈ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പ്രകാശന്മാരാണ് ഞങ്ങൾക്കും ഇതിന് നേതൃത്വം നൽകിയത്. അന്ന് കുട്ടികൾ വളരെ സജീവമായി ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഏർപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായെങ്കിലും പൂക്കൾ വിരിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണ് കർഷകരുള്ളത്. ഫോട്ടോ പകർത്താനും മറ്റുമായി നിരവധി ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. അയ്യോത്തിന്റെ മഞ്ഞപ്പകിട്ട് തന്നെയാണ് ഈ ഗ്രാമത്തെ പ്രശസ്തമാക്കിയതും. ഇനി സോഷ്യൽ മീഡിയകളിലും ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സിലും അയ്യോത്തെ സൂര്യകാന്തി പാടത്തിന്റെ മനോഹര കാഴ്ചകൾ നിറയും. വിദേശത്തു നിന്നെത്തിയ വ്യത്യസ്ത വർണ്ണത്തിലുള്ള സൂര്യകാന്തി പൂക്കളാണ് ഇത്തവണത്തെ താരം. ഇനി സൂര്യകാന്തി ഫെസ്റ്റ് കൂടി ആരംഭിക്കുന്നതോടെ അയ്യോത്ത് ഗ്രാമം പൂർണ്ണമായും ഉത്സവ ലഹരിയിലാവും. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.